ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കേരളത്തിലെ വനങ്ങളും അവയുടെ പ്രത്യേകതയെ കുറിച്ചുമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ വനം, വന്യജീവി, ഇത് സങ്കേതങ്ങൾ ഇത് മൊത്തത്തിലെടുക്കാനാണ് വിചാരിച്ചത്. പക്ഷെ അത് അത്യാവശ്യം നന്നായി നീണ്ടുപോവുകയും ചെയ്യും. നമുക്ക് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അറിയാതെ ആവുകയും ചെയ്യും. നമുക്ക് വന്യജീവി സങ്കേതങ്ങൾ മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ ഒരു ടോപ്പിക്ക് തന്നതിന് ശേഷം ബാക്കി വനം, വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് തരാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 54.7% വനങ്ങളാണ് ഉള്ളത് എന്നാണ് ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2021 പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 54.7% വനങ്ങളാണ് ഉള്ളത് എന്നാണ് ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2021 പറയുന്നത്. എന്നാൽ കേരള സ്റ്റേറ്റ് റിപ്പോർട്ട് അനുസരിച്ച് 29.101%. അപ്പോൾ രണ്ടും പഠിക്കണം. ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് 54.7%, കേരള സ്റ്റേറ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് 29.101% ഉള്ളത്. ഇന്ത്യ വനവിസ്തൃതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്നത് 14ാം സ്ഥാനമാണ്. എത്രാം സ്ഥാനമാണ്? 14ാം സ്ഥാനമാണ്. അപ്പോൾ ഇന്ത്യൻ വനവിസ്തൃതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 14ആണ്. നമുക്ക് എത്ര ജില്ലകളാണുള്ളത്? 14 ജില്ലകളാണുള്ളത് അല്ലേ? അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക. 14 ജില്ലകളിലും വനമുണ്ട് എന്ന് ഓർക്കുക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും കാടുകളാണ്. ഏതാണ്? ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും കാടുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. മൺസൂൺ വനങ്ങൾ എന്നും ഇവയെ അറിയപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ്. ഇവയെയാണ് മൺസൂൺ വനങ്ങൾ എന്നും വിളിക്കുന്നത്. കേരളത്തിലെ സസ്യങ്ങളുടെയും മറ്റ് ഔഷധ സസ്യങ്ങളുടെയും സമൃദ്ധിയെയും കുറിച്ച് പറയുന്ന വിദേശ ഗ്രന്ഥങ്ങളാണ് ഏതൊക്കെ? മലബാർ മാനുവൽ, വില്യം ലോഗൻ്റെ മലബാർ മാനുവലും അതുപോലെ മെമ്മോറിയൽ ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകത്തിലും. അപ്പോൾ കേരളത്തിലെ സസ്യങ്ങളുടെയും വനങ്ങളുടെയും വൃക്ഷങ്ങളുടെയൊക്കെ സമൃദ്ധിയെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും പറയുന്ന വിദേശ ഗ്രന്ഥങ്ങളാണ് നമ്മുടെ വില്യം ലോഗൻ്റെ മലബാർ മാനുവലും അതുപോലെ വേറൊരു ബുക്കാണ് മെമ്മോറിയൽ ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്നതും. വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ്. ഇതിൽ എല്ലാവർക്കും മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളത് ചോദിച്ചു. കാരണം വനഭൂമി ഏറ്റവും കൂടുതലുള്ളതെന്ന് തന്നിട്ട് ഇടുക്കി, വയനാട് എന്ന് തരും. അപ്പോൾ നമ്മൾ വയനാട് എഴുതാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കുക. എന്താണ് പറഞ്ഞാൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. എന്നാൽ അത് ശതമാനാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാടാണ്. വനഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയും ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല വയനാടുമാണ്. വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി, ശതമാനാടിസ്ഥാനത്തിൽ വയനാട്, ഏറ്റവും കുറവുള്ളത് ആലപ്പുഴയാണ്. കേരളത്തിൽ റിസർവ് വനം ഏറ്റവും കൂടുതലുള്ളത് പത്തനംതിട്ടയിലാണ്. കേരളത്തിലെ റിസർവ് വനം ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. കേരളത്തിൽ റിസർവ് വനം ഏറ്റവും കുറവുള്ള ജില്ല വന്നിട്ട് ആലപ്പുഴയാണ്. അപ്പോൾ ആലപ്പുഴയിലാണ് പ്രധാനമായിട്ടും വനങ്ങളില്ലാത്തത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ആലപ്പുഴയിലെ ആദ്യ റിസർവ് വനം ഏതാണെന്ന് ചോദിച്ചാൽ വിയ്യാപുരമാണ്. ഹരിപ്പാടുള്ള വിയ്യാപുരമാണ് ആലപ്പുഴയിലെ ആദ്യ റിസർവ് വനം എന്ന് പറയുന്നത്. ഏറ്റവും വനം, റിസർവ് വനം എന്നിവയെല്ലാം കുറവുള്ളത് ആലപ്പുഴയിലാണ്. ഏറ്റവും വനഭൂമി കൂടുതലുള്ളത് ഇടുക്കിയിലാണ്. ശതമാനാടിസ്ഥാനത്തിൽ കൂടുതലുള്ളത് വയനാടാണ്. ഏറ്റവും കുറവുള്ളത് ആലപ്പുഴയിലാണ്. റിസർവ് വനം ഏറ്റവും കൂടുതലുള്ളത് പത്തനംതിട്ടയിലാണ്. റിസർവ് വനം ഏറ്റവും കുറവുള്ളത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ ആദ്യ റിസർവ് വനമാണ് ഹരിപ്പാടുള്ള വിയ്യാപുരം. കേരളത്തിലെ ചന്ദന മരങ്ങൾ കാണുന്നത് എവിടെയാണ് ചോദിച്ചാൽ ഇടുക്കിയിലെ മറയൂരിലാണ്. കേരളത്തിൽ ചന്ദന മരങ്ങൾ കാണുന്നത് ഇടുക്കിയിലെ മറയൂരിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂരാണ്. കേരളത്തിലെ വനപ്രദേശങ്ങളിൽ റിസർവ് വനമായി ആദ്യം പ്രഖ്യാപിക്കപ്പെട്ടത് കോന്നിയാണ്. അപ്പോൾ റിസർവ് വനം എന്ന് പറയുന്നതിൽ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോന്നിയാണ്. 1888 നമുക്ക് കോന്നിയും റാന്നിയും മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്.
കോന്നി എന്ന് പറയുന്നത് കേരള വനപ്രദേശങ്ങളിൽ റിസർവ് വനമായി ആദ്യം പ്രഖ്യാപിക്കപ്പെട്ടത് റിസർവ് വനമാണ്. എന്നാൽ റാന്നി എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷനാണ് റാന്നി. കേരളത്തിലെ റിസർവ് വനം, ആദ്യ റിസർവ് വനം കോന്നി, ഏറ്റവും വലിയ വന ഡിവിഷൻ റാന്നി. കേരളത്തിലെ ഫോറസ്റ്റ് ഡിവിഷനുകളുടെ എണ്ണം എന്ന് പറയുന്നത് 36 എണ്ണമാണ്. കേരളത്തിൽ എത്ര ഫോറസ്റ്റ് ഡിവിഷനുകളുണ്ട്? 36 എണ്ണമുണ്ട്. വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷനുകളാണ് അഗസ്ത്യ വനം എന്ന് പറയുന്നത്. വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് അഗസ്ത്യ വനമാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂരിൽ പീച്ചിയിലാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലെ പീച്ചിയിലാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരിലും ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കോട്ടയത്താണ്. കോട്ടയം ഇത്തിരിയും കൂടി ഡെവലപ്മെൻ്റ് ആവാറുണ്ട്. തൃശ്ശൂർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നോർത്ത് വയ്ക്കുക. അപ്പോൾ തൃശ്ശൂർ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മളിപ്പോൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ പോയിട്ട് ഒരാളിനെ കണ്ടുപിടിക്കാൻ വേണ്ടി സെർച്ച് ചെയ്യണം, അയാളെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് റിസർച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ റിസർച്ച് ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂരിലാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടയിൽ പോയി ഒരാളെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ റിസർച്ച് ചെയ്യുന്നത് തൃശ്ശൂരിലാണ്. സെർച്ച് എന്ന ലെവലിൽ ഓർത്ത് വെച്ചാൽ മതി. ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് കോട്ടയത്താണ്. കോട്ടയം കുറച്ചുകൂടെ ഡെവലപ്പ് ആവാനുണ്ട് എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം വഴുതക്കാടാണ്. തിരുവനന്തപുരം വഴുതക്കാട്ടിലാണ് എന്തുള്ളത്? കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. അപ്പോൾ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ, ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കോട്ടയം, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത് തിരുവനന്തപുരം വഴുതക്കാട്. ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാകൂടം. നമ്മൾ പറഞ്ഞു അഗസ്ത്യാകൂടത്തെക്കുറിച്ച് പറഞ്ഞു. അഗസ്ത്യവനം വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷനാണ് അഗസ്ത്യവനം എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാകൂടം എന്ന് പറയുന്നത്. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ് തെന്മല. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ് തെന്മല. ഏഷ്യയിലെ തന്നെ ആദ്യത്തേതാണ് തെന്മല എന്ന് പറയുന്നത്. നമ്മളെ ബട്ടർഫ്ലൈസ് ഒക്കെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ടല്ലേ എവിടെ പോകുന്നത്? പൂക്കളിൽ പോകുന്നത്. അങ്ങനെ ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈസ് എല്ലാം ഏത് മലയിലേക്കാണ് പോയത്? തേൻമലയിലേക്കാണ് പോയത് എന്നോർത്ത് വയ്ക്കുക. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം എവിടെയാണുള്ളത്? നിലമ്പൂരിലാണ്. അവിടെയാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്ക് മരമുള്ളത്. അപ്പോൾ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം എന്ന് പറയുന്നത് നിലമ്പൂരിലാണ്. അവിടെയാണ് ഏറ്റവും പഴക്കമേറിയ തേക്കിൻ മരമുള്ളത്. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായി കണക്കാക്കപ്പെടുന്നതാണ് കന്നിമരം എന്ന് പറയുന്നത്. അത് പറമ്പിക്കുളം സാങ്ച്വറിയിലാണ് ഉള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ മഹാവൃക്ഷ പുരസ്കാരം ലഭിച്ചത് ഈ കന്നിമരത്തിനാണ്. 1994-95 കേന്ദ്ര സർക്കാരിൻ്റെ മഹാവൃക്ഷ പുരസ്കാരം ലഭിച്ച തേക്കാണ് കന്നിമരം എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൽ ഇനി കുറച്ച് നിയമങ്ങൾ പഠിക്കാം. തിരുവിതാംകൂറിൽ വനനിയമം നിലവിൽ വന്ന വർഷം 1887 തിരുവിതാംകൂറിൽ വനനിയമം നിലവിൽ വന്നത് 1887. കേരളത്തിൽ വനനിയമം വന്ന വർഷം 1961. കേരള ഭക്ഷ്യ സംരക്ഷണ നിയമം 1986. ലോകബാങ്കിൻ്റെ സഹായത്തോടെ കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷമാണ് 1998 എന്ന് പറയുന്നത്. ലോകബാങ്കിൻ്റെ സഹായത്തോടെ കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷമാണ് 1998. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം 1975. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 1975 എവിടെയാണ്? തൃശ്ശൂരാണ്. സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് രൂപവൽക്കരിച്ചത് എപ്പോഴാണ്? 2005. സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് 2005. ലോകബാങ്കിൻ്റെ സഹായത്തോടെ കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ചത് 1998. കേരള ഭക്ഷ്യ സംരക്ഷണ നിയമം വന്നത് 1986. കേരള വന നിയമം നിലവിൽ വന്ന വർഷം 1961.
തിരുവിതാംകൂറിൽ വനനിയമം നിലവിൽ വന്ന വർഷം 1887 ഇനി നമ്മുടെ ഈ വനവുമായി ബന്ധപ്പെട്ട് വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പല പല പദ്ധതികൾ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ മരം പറഞ്ഞിട്ട് നമുക്കൊരു ഡയറി തന്നിട്ടുണ്ട്. അതുപോലെ ഒരു മരം തരും, ഏതെങ്കിലും ഒരു ചെടി തരും. ആദ്യം അവർ നമുക്ക് ഏത് ചെടിയാണ് വേണ്ടതെന്ന് ചോദിക്കുമെങ്കിലും പക്ഷേ നമുക്ക് അവിടെ നിന്ന് നമ്മൾ പറഞ്ഞതല്ലെങ്കിൽ ഒരു മരം നമുക്ക് കിട്ടുമായിരുന്നു. നമ്മളത് കുഴിച്ചിട്ടത് തൊട്ടിട്ട് അത് വളരുന്നതിൻ്റെ ഓരോ ഇതും നമ്മളെ കൊണ്ട് ആ ഡയറിയിൽ എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എനിക്കതുപോലെ എൻ്റെ മരം പറഞ്ഞിട്ട് ഒരു ഡയറിയും അതുപോലെ എല്ലാ കൊല്ലവും ഓരോ മരങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറേ പദ്ധതികൾ ഗവൺമെൻറ് ഈ വനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രകൃതി സംരക്ഷണത്തിനുമായിട്ടൊക്കെ. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ മരം പദ്ധതി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം പദ്ധതി. അപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം പദ്ധതി. ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതിയാണ് ഈ എൻ്റെ മരം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മരം പദ്ധതി എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലുള്ളതാണ്? സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും കൂടിയിട്ടുള്ളതാണ് ഈ എൻ്റെ മരം പദ്ധതി എന്ന് പറയുന്നത്, കൂടി ചെയ്യുന്നത്. ഈ പദ്ധതിക്ക് കിട്ടിയ പുരസ്കാരങ്ങളാണ് ഇന്ദിര, പ്രിയദർശിനി, വൃക്ഷമിത്ര പുരസ്കാരങ്ങളെല്ലാം. അടുത്തത് വനശ്രീ പദ്ധതി. വനശ്രീ പദ്ധതി എന്താണ് പറഞ്ഞാൽ വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭമാണിത്. വനശ്രീ എന്ന് പറഞ്ഞാൽ വനവിഭവങ്ങൾ സമാഹരിച്ചിട്ട് അത് വിപണനം ചെയ്യുന്ന പദ്ധതിയാണ്. ഗ്രാമഹരിത സംഘം കേരളത്തിലെ വനേതര മേഖലയിലെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായി ഗ്രാമീണ ജനതയുടെ സഹകരണത്തിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഹരിത സംഘം രൂപീകരിച്ചത് മാരുതിമല കൊല്ലത്താണ്. മാരുതി ഹിൽസ് എന്ന് പറയും. ഗ്രാമഹരിത സംഘം പറഞ്ഞാൽ കേരളത്തിലെ വനേതര മേഖലയിലെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായിട്ട് ഗ്രാമീണ ജനതയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യ ഗ്രാമഹരിത സംഘം രൂപീകരിച്ചത് എവിടെയാണ്? മാരുതി ഹില്ലാണ്, കൊല്ലമാണ്. നമ്മുടെ മരം പദ്ധതി, എൻ്റെ മരം പദ്ധതി നമ്മൾ പറഞ്ഞു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും എന്നാണ്. അപ്പോൾ നമ്മുടെ മരം പദ്ധതി സംസ്ഥാനത്തെ കലാലയങ്ങൾ ഹരിതാഭമാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പുകളുടെ സംയുക്ത പരിപാടിയാണ്. നമ്മുടെ മരം പദ്ധതി രണ്ടും ആരുടെയൊക്കെ തന്നെയാണ്? വിദ്യാഭ്യാസത്തിൻ്റെയും വനവകുപ്പിൻ്റെയും തന്നെയാണ്. ഇത് നമ്മുടെ മരം പദ്ധതി എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ കലാലയങ്ങൾ ഹരിതാഭമാക്കാനും വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ മരം പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് വഴിയോര തണൽ പദ്ധതി. വനം വകുപ്പും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും ചേർന്ന് നടപ്പിലാക്കിയ സാമൂഹിക വനവൽക്കരണ പദ്ധതിയാണ് വഴിയോര തണൽ പദ്ധതി എന്ന് പറയുന്നത്. 2009 ജൂൺ 5 ഇത് ആരംഭിച്ചത്. 2009 ജൂൺ 5 ഈ വഴിയോര തണൽ പദ്ധതി ആരംഭിച്ചത്. വനം വകുപ്പും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും ചേർന്ന് നടപ്പിലാക്കുന്ന സാമൂഹിക വനവൽക്കരണ പരിപാടിയാണ് ഈ വഴിയോര തണൽ എന്ന് പറയുന്നത്. മണ്ണെഴുത്ത് പദ്ധതി പ്രകൃതിയെ അറിയുകയും ആദരിക്കുകയും ചെയ്യാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് മണ്ണെഴുത്ത്. അപ്പോൾ മണ്ണെഴുത്ത് ആരുടെ പദ്ധതിയാണ്? വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ്. പ്രകൃതിയെ അറിയുകയും ആദരിക്കുകയും ചെയ്യാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി. ഇത് ഓരോന്നും ആരുടെയൊക്കെ പദ്ധതിയാണ് എന്ന് ഓർത്തു വയ്ക്കാം. അപ്പോൾ മണ്ണെഴുത്ത് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയാണ്. വഴിയോര തണൽ എന്ന് പറയുന്നത് വനം വകുപ്പും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും ചേർന്നതാണ്. നമ്മുടെ മരം അല്ലെങ്കിൽ എൻ്റെ മരം പദ്ധതിയൊക്കെ എന്താണ്? വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും ചേർന്നിട്ടുള്ളതാണ്. അടുത്തതാണ് പച്ചത്തുരുത്ത് പദ്ധതി. വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും വെച്ചുപിടിപ്പിച്ച് ഹരിതവൽക്കരണം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പച്ചത്തുരുത്ത്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഹരിത മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയെന്നോ അല്ലെങ്കിൽ പച്ചത്തുരുത്ത് പദ്ധതിയെക്കുറിച്ചോ ഇതിനെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് പച്ചത്തുരുത്ത് പദ്ധതി? വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും വെച്ചുപിടിപ്പിച്ച് ഹരിതവൽക്കരണം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പച്ചത്തുരുത്ത് പദ്ധതി. ഹരിത തീരം പദ്ധതി. അടുത്തത് ഹരിത
തീരം പദ്ധതി. അപ്പോൾ തീരം പറയുമ്പോഴേ നമുക്കറിയാം തീരപ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്. തീരപ്രദേശത്തെ ജൈവ സംരക്ഷണം ലക്ഷ്യമാക്കി കേരളത്തിലെ വനം മത്സ്യബന്ധന വകുപ്പുകൾ ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത തീരം പദ്ധതി. തീരപ്രദേശത്തെ ജൈവ സംരക്ഷണം ലക്ഷ്യമാക്കി കേരളത്തിലെ വനം മത്സ്യബന്ധന വകുപ്പുകൾ ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത തീരം പദ്ധതി. അടുത്തത് സഞ്ജീവനി വനം. സഞ്ജീവനി വനം എന്താണ്? ദേശീയ ഔഷധ സസ്യ ബോർഡ് ആരംഭിച്ച പദ്ധതിയാണ് സഞ്ജീവനി വനം എന്ന് പറയുന്നത്. ഔഷധ സസ്യങ്ങളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അപ്പോൾ സഞ്ജീവനി വനം എന്ന് പറയുന്നത് ഔഷധ സസ്യങ്ങളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ദേശീയ ഔഷധ സസ്യ ബോർഡ് ആരംഭിച്ച പദ്ധതിയാണ് സഞ്ജീവനി വനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കേരളത്തിൽ പലതരം വനങ്ങളുണ്ട്. എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ, അതുപോലെ ഉപോഷ്ണ ആർദ്ര നിത്യഹരിത വനങ്ങൾ, മിതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങൾ പറഞ്ഞിട്ട് പുൽമേടുകൾ, കണ്ടൽക്കാടുകൾ, ഇലപൊഴിയും കാടുകൾ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവയെക്കുറിച്ച് നോക്കാം. ആദ്യത്തെ കേരളത്തിലെ വനങ്ങളിൽ പെടുന്നതാണ് ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ എന്ന് പറയുന്നത്. വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയും. വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്, അതായത് ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ. ഇത് പ്രധാനമായി കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ നമ്മുടെ പശ്ചിമഘട്ടങ്ങളിലാണ് ഈ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത്. എവിടെയാണ്? പശ്ചിമഘട്ടത്തിലാണ്. നമ്മൾ പറഞ്ഞു വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു. അതായത് ഇവയെ മഴക്കാടുകൾ എന്നും പറയും. ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങളെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് എന്നാണ്. അതായത് മഴക്കാടുകൾ എന്നും ഇതിനെ പറയും. ഈ സൈലന്റ് വാലി ഇതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ സൈലന്റ് വാലി എന്ത് തരം വനപ്രദേശമാണെന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനമാണ് നമ്മുടെ സൈലന്റ് വാലി. അപ്പോൾ സൈലന്റ് വാലി ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനമാണ്. ഇവയെ മഴക്കാടുകൾ എന്നും പറയും. അടുത്തതാണ് ഉപോഷ്ണ ആർദ്ര ഇല കൊഴിയും വനങ്ങൾ. നമ്മൾ ആദ്യം പറഞ്ഞത് ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ. രണ്ടാമത് ഉപോഷ്ണ ആർദ്ര ഇല കൊഴിയും വനങ്ങളാണ്. ഉപോഷ്ണ ആർദ്ര ഇല കൊഴിയും വനങ്ങളെ എന്ന് പറയുന്നു പറഞ്ഞാൽ മൺസൂൺ വനങ്ങൾ എന്ന് പറയും. നേരത്തെ നമ്മൾ പറഞ്ഞതിന് മഴക്കാടുകൾ വന്നു. ഇവയെ മൺസൂൺ വനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ മൺസൂൺ വനങ്ങളാണ്. ആ ഭാഗങ്ങളിലൊക്കെ ഈ ഇല പൊഴിയുന്ന മരങ്ങളാണ് കൂടുതലായി വളരുകയും ചെയ്യുന്നത്. അപ്പോൾ ഉപോഷ്ണ ആർദ്ര ഇലകൊഴിയും വനങ്ങൾ എന്ന് പറഞ്ഞാൽ മൺസൂൺ വനങ്ങളാണ് കേരളത്തിൽ കൂടുതലായി ഉള്ളത്. ഇവയാണ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് മിത ശീതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങൾ, മൗണ്ടൻ സബ് ട്രോപ്പിക്കൽ വെറ്റ് ഫോറസ്റ്റ് എന്നാണ് ഇവയെ പറയുന്നത്. അതായത് ഈ ഫോറസ്റ്റിൽ കാടുകളിലൊക്കെ നമ്മൾ കാണപ്പെടാറില്ലേ ചെറിയ ചെറിയ പൊക്കം കുറഞ്ഞ, നമ്മൾ ഈ മലയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ പൊക്കം കുറഞ്ഞ നല്ല ഫുള്ളായി ഗ്രീനായി കാണപ്പെടുമല്ലേ. അത് എന്താണ്? ഈ ചെറിയ പൊക്കം കുറഞ്ഞ മരങ്ങളും ഈ ചോലക്കാടുകൾ എന്നൊക്കെ പറയും. ചെറുതായിരിക്കും. നമുക്ക് കാണുമ്പോൾ ഫുള്ളായിട്ട് ആ ഒരു മലന് മുഴുവൻ എന്ത് ചെയ്ത് പോലെ തോന്നാറുണ്ട്? മൂടിയ പോലെ, മരങ്ങളായിട്ട് തിങ്ങി മൂടിയ പോലെ തോന്നാറുണ്ട്. പക്ഷെ അത് പൊക്കം കുറഞ്ഞ ചെറിയ കാടുകളായിരിക്കുക. ചോലക്കാടുകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പൊക്കം കുറഞ്ഞ കാടുകളോ പുൽമേടുകളോ ഒക്കെ ആയിരിക്കാം. അതിനെയാണ് ഈ മിതശീതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങൾ എന്ന് പറയുന്നത്. ഈ മൂന്നാർ ഇരവിക്കുളത്തൊക്കെയാണ് ഇങ്ങനെ ഈ കുന്നിൻ്റെ മുകളിൽ, ഞാൻ പറഞ്ഞ മലയുടെ കുന്നിൻ്റെയൊക്കെ മുകളിൽ കാണപ്പെടാറുണ്ട്. നമ്മൾ ഈ TV-യിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, വലിയ വലിയ പുൽമേടുകളായാലും ചോലക്കാടുകളായാലും ഒക്കെ. അതിനെയാണ് ഈ മൗണ്ടൻ സബ് ട്രോപ്പിക്കൽ വെറ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. കുറച്ചൊക്കെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടേ. അത് നമ്മൾ സ്പീഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഉള്ള മിസ്റ്റേക്കാണ്. ഉപോഷ്ണ മേഖല ഗിരിവനങ്ങൾ. അടുത്തതെന്നാണ് ഉപോഷ്ണ മേഖല ഗിരിവനങ്ങൾ എന്ന് പറയുന്നത്. അത് ഈ നെല്ലിയാമ്പതി, മൂന്നാർ, അഗസ്ത്യമല എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന തരം വനങ്ങളെയാണ് ഉപോഷ്ണ മേഖല ഗിരിവനങ്ങൾ എന്നറിയപ്പെടുന്നത്. അടുത്തത് വരണ്ട ഇലപൊഴിയും കാടുകൾ.
മഴ വളരെ കുറവുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതാണ് ഈ വരണ്ട ഇലപ്പൊഴിയും കാടുകൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് മഴ ലഭിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂണൊക്കെ ആയിട്ട് ഏകദേശം നമ്മുടെ വാർഷിക വർഷപാതം എന്ന് പറയുന്നത് 300 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു നമ്മൾ. അതുപോലെ തന്നെ ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന് തന്നെ നമുക്ക് 200 സെൻറ്റിമീറ്ററോളം മഴ ലഭിക്കുന്നുണ്ട്. വടക്ക് കിഴക്കൻ മൺസൂണിന് തന്നെ ശരാശരി 50 സെൻറ്റിമീറ്ററോളം മഴ ലഭിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പറയുന്നത് ഈ വരണ്ട പ്രദേശങ്ങൾ പരമാവധി കുറവാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ വരണ്ട ഇലപ്പൊഴിയും കാടുകൾ എന്ന് പറയുന്നത് വെറും 1% മാത്രമേ ഉള്ളത്. അടുത്തതാണ് ചന്ദനക്കാടുകൾ എന്ന് പറയുന്നത്. ഈ ചന്ദനക്കാടുകൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ അത്ര കൂടുതലായി കാണപ്പെടുന്നതൊന്നും അല്ല. അത് ഈ തമിഴ്നാട്, കർണാടകയോടൊക്കെ ചേർന്നിട്ടാണ് സ്ഥലങ്ങളിലാണ് നമ്മുടെ കേരളം തന്നെ അതിർത്തി പങ്കിടുന്ന, തമിഴ്നാടിനോടും കർണാടകയോടും അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലാണ് ഈ ചന്ദനക്കാടുകൾ കാണപ്പെടുന്നത്. അല്ലാതെ ഒരുപാടൊന്നും നമ്മുടെ കേരളത്തിൽ ഈ ചന്ദനക്കാടുകൾ എന്ന് പറയുന്നത് കാണുന്നില്ല. നമുക്കറിയാം ഈ കർണാടകയിലും ആ പ്രദേശങ്ങളിലൊക്കെയാണ് ഈ ചന്ദനക്കാടുകൾ പ്രസിദ്ധമായിട്ടുള്ളത്. അടുത്താണ് കണ്ടൽ വനങ്ങൾ. നമുക്കറിയാമല്ലേ എന്താണ് കണ്ടൽ കാടുകൾ എന്ന്. ഈ അഴിമുഖങ്ങളിലും കായൽ തീരത്തൊക്കെയാണ് നമ്മൾ ഈ കണ്ടൽ കാടുകൾ ഉള്ളത്. പക്ഷെ ഒരുപാട് മനുഷ്യന്മാർ ഇപ്പോൾ അതിനെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി കണ്ടൽ കാടുകൾ വീണ്ടും വീണ്ടും നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. കാരണം അവ നമ്മുടെ തീരസംരക്ഷണത്തിനും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നും കൂടിയാണ് ഈ കണ്ടൽ വനങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അഴിമുഖങ്ങളിലും കായൽ തീരത്തും കാണപ്പെടുന്നതാണ് ഈ കണ്ടൽ വനങ്ങൾ എന്ന് പറയുന്നത്. പത്തനംതിട്ട, ഇടുക്കി, വയനാട്, പാലക്കാട് ഒഴികെ ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും എന്ത് കാണപ്പെടുന്നുണ്ട്? ഈ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താ ഈ പത്തനംതിട്ട, ഇടുക്കി, വയനാട്ടിലൊന്നും പാലക്കാടൊന്നും ഇല്ല. കാരണം ഇത് പ്രധാനമായി അഴിമുഖങ്ങളിലും കായൽ തീരത്തും കാണപ്പെടുന്നതായതുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് കണ്ണൂരിലാണ്. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ എവിടെ കാണപ്പെടുന്നത്? കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വനങ്ങളെക്കുറിച്ച്, കേരളത്തിലുള്ള വനങ്ങളെക്കുറിച്ചുള്ളത്. പ്രധാനമായിട്ടും ഉള്ളത് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പുൽമേടുകൾ എന്നൊക്കെ പറയുന്നത് എന്താണ് പറഞ്ഞാൽ കുന്നിൻ മുകളിലുള്ള ഉയരത്തിൽ കാണപ്പെടുന്ന പുല്ലുകളിനെയാണ് ഈ പുൽമേടുകൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അത് ഈ മൂന്നാർ പോലെ കുന്നിൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ പ്രധാനമായിട്ടും വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് എടുക്കുന്നതിന് മുൻപ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കേരളത്തിലെ വനങ്ങളോ അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും എടുത്തത്. അപ്പോൾ കേരളത്തിലെ ഭൂവിസ്തൃതിയുടെ നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് റിപ്പോർട്ട് അനുസരിച്ച് 29.103%, അതുപോലെ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് 54.7% പറഞ്ഞു. ഇന്ത്യൻ വനവിസ്തൃതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 14ാം സ്ഥാനമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ മൺസൂൺ വനങ്ങളാണ്. മൺസൂൺ വനങ്ങൾ നമ്മൾ എന്തെന്നാണ് പറഞ്ഞത്? ഉപോഷ്ണ ആർദ്ര ഇലകൊഴിയും വനങ്ങളാണ് എന്ന് പറഞ്ഞു. ഉപോഷ്ണ ആർദ്ര ഇലകൊഴിയും വനങ്ങളാണ് ഈ മൺസൂൺ വനങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഇടുക്കിയിലാണ്. ശതമാനാടിസ്ഥാനത്തിൽ ചോദിച്ചാൽ അത് നമ്മൾ വയനാട് എന്ന് പറയണം. പക്ഷെ കുറവുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴയാണ്. റിസർവ് വനം കുറവുള്ളതും ആലപ്പുഴയിലാണ്. നമ്മുടെ ആലപ്പുഴയിലെ ആദ്യ റിസർവ് വനം എന്ന് പറയുന്നത് ഹരിപ്പാട് വിയാപുരമാണ്. അതുപോലെ കേരളത്തിൽ റിസർവ് വനം ഏറ്റവും കൂടുതലുള്ളത് പത്തനംതിട്ടയിലാണ്. കേരളത്തിൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് ഏറ്റവും കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ ഇടുക്കിയിലാണ്. കണ്ടൽക്കാടുകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കണ്ണൂരിലാണ്. കേരളത്തിലെ വനപ്രദേശങ്ങളിലെ ഏറ്റവും ആദ്യത്തെ റിസർവ് വനം എന്ന് ചോദിച്ചാൽ കോന്നിയാണ്. 1888. അപ്പോൾ റാന്നി എന്നാണ് ചോദിച്ചാൽ കോന്നി റാന്നി തിരിഞ്ഞു പോകരുത്. ആദ്യത്തെ റിസർവ് വനം കോന്നിയും ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ റാന്നിയുമാണ്. റാന്നി എന്നുള്ള റാണി ഏറ്റവും വലിയ വനമുള്ള അത് റാണിയുടെ കയ്യിലാണ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. റാന്നിയുമാണ്. കേരളത്തിൽ ഏകദേശം 36 ഫോറസ്റ്റ് ഡിവിഷനുകളാണുള്ളത്. ഏറ്റവും വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ എന്ന് പറയുന്നത് അഗസ്ത്യ വനമാണ്. കേരളത്തിൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ പീച്ചിയിലാണ്. ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള, ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം വഴുതക്കാടാണ്. ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാകോടവും ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയിലുമാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മഹാവൃക്ഷ പുരസ്കാരം ലഭിച്ച കന്നിമരം തേക്കിനാണ് കേന്ദ്ര സർക്കാരിൻ്റെ മഹാവൃക്ഷ പുരസ്കാരം ലഭിച്ചത് 1994-95.
അതുപോലെ 1887 തിരുവിതാംകൂറിൽ വനനിയമം വന്നത്. 1961 കേരള വനനിയമം നിലവിൽ വന്നത്. അതുപോലെ 1986 കേരള ഭക്ഷ്യ സംരക്ഷണ നിയമം വന്നത്. ലോക ബാങ്കിൻ്റെ സഹായത്തോടെ കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ചത് 1998 കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് 1975. സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് രൂപവൽക്കരിച്ച വർഷം 2005. പിന്നെ നമ്മുടെ ഹരിതം പദ്ധതികളെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ മരം പദ്ധതി, വനശ്രീ പദ്ധതി, അതെന്താണ് വനം വിഭവങ്ങൾ സമാഹരിച്ച് ഇത് ഏതൊക്കെ തമ്മിൽ സംഘടിപ്പിക്കുന്നതാണെന്ന് നോക്കണം. എൻ്റെ മരം അതുപോലെ നമ്മുടെ മരമൊക്കെ വനം വകുപ്പും അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും കൂടി ചേർന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് വഴിയോര തണൽ എന്താണ് വനം വകുപ്പും ട്രേഡ് യൂണിയനും തമ്മിലുള്ളതാണ്. മണ്ണെഴുത്ത് എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയാണ്. പച്ചത്തുരുത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹരിത കേരള മിഷൻ്റേതും. ഹരിത തീരം എന്ന് പറയുന്നത് ആരാണ്? തീരപ്രദേശത്തെ ജൈവ സംരക്ഷണം ലക്ഷ്യമാക്കി കേരളത്തിലെ വനം മത്സ്യബന്ധന വകുപ്പുകൾ ചേർന്നിട്ടാണ് ഈ ഹരിത തീരം. സഞ്ജീവനി വനം എന്ന് പറയുന്നത് ദേശീയ ഔഷധ സസ്യ ബോർഡ് ആരംഭിച്ച പദ്ധതിയാണ് സഞ്ജീവനി വനം എന്ന് പറയുന്നത്. അതുപോലെ കേരളത്തിലെ വനങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. കേരളത്തിലെ വനങ്ങളെക്കുറിച്ചും ഉള്ള ഒരുവിധം കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ക്ലാസ്സുമായി കാണുന്നവരെ ബൈ.